വാർത്തയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമിറ്റ് വീണ്ടും പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഇലക്ഷൻ എഡിഷൻ. കന്യാകുമാരി മുതൽ ഗുജറാത്തിലെ താപ്തി വരെ ഏകദേശം 1490 കിലോമീറ്റർ നീളത്തിൽ 1,29,037 ചതുരശ്ര കിലോമീറ്ററായി പരന്നു കിടക്കുന്ന ഭൂപ്രദേശം. ലോക പൈതൃക പട്ടികയിൽ ഇടം, ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടിൽ ഇടം, 34 ബയോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളിൽ ഇടം. പക്ഷേ ഇന്ന് ഈ പശ്ചിമഘട്ടത്തെ നമ്മൾ അറിയുന്നത് 16ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ നിർണായകമായ വിധിയെഴുത്തിന് രാഷ്ട്രീയ കളമൊരുക്കുന്നൊരു മേഖലയായിട്ടാണ്. ഇവിടെ ഈ ചർച്ച ഞങ്ങൾ സംഘടിപ്പിക്കും വരെ കരട് വിജ്ഞാപനം പുറത്തു വരാനുള്ള സാധ്യത ഏകദേശം 0 അതായത് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവായി മാറുന്നു പശ്ചിമഘട്ടം എന്നർത്ഥം. കേരള രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ ഇത്രയും അധികം ഇഷ്യൂ ബേസ്ഡായി ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിട്ടിട്ടുണ്ടോ എന്നറിയില്ല. എങ്കിലും ഇഷ്യൂ ബേസ്ഡായി കേരളം രാഷ്ട്രീയത്തെയും തെരഞ്ഞെടുപ്പിനെയും കാണുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ പരിസ്ഥിതി പ്രശ്നങ്ങളും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നു കേരള സമ്മിറ്റിന്റെ ഈ സ്പെഷ്യൽ എഡിഷനിൽ. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാരമനുഷ്ഠിച്ച മലയോര കർഷക ആക്ഷൻ കോൺഗ്രസ് ചെയർമാൻ ശ്രീ ഓഡി തോമസ്, വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീജ നെയ്യാറ്റിൻകര, ബയോഡൈവേഴ്സിറ്റി ബോർഡ് മുൻ ചെയർമാനും ഗാഡ്ഗിൽ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ VS വിജയൻ. നമ്മൾ നേരെ ഡോക്ടർ വിജയനിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിലത്തെ വിവരം ഇതാണ്: കരട് വിജ്ഞാപനം ഇറങ്ങാനുള്ള സാധ്യതയില്ല. കേരളത്തിൽ ഇത് സൃഷ്ടിച്ചേക്കാവുന്ന രാഷ്ട്രീയ സംഭവ വികാസം എന്ത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അഥവാ അതിനു പുറത്തുണ്ടാവുന്ന ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംഭവ വികാസം അർത്ഥവത്തായ ഒരു ചർച്ചയാണോ? ഇതിനെ തുടർന്നുണ്ടാകുന്ന രാഷ്ട്രീയ സംഭവ വികാസത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. പക്ഷേ ഇതെന്തിനു വേണ്ടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് അറിയാനുള്ള താല്പര്യം ജനങ്ങൾക്കുണ്ട്. പ്രശ്നമില്ലാതെ പ്രശ്നമുണ്ടാക്കി അതിൻ്റെ മുകളിലാണ് യുദ്ധം മുഴുവൻ നടക്കുന്നത്. ഇപ്പോൾ കസ്തൂരിരംഗൻ ആദ്യം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് 520 പേജുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ഒരു വാചകം പോലും സാധാരണക്കാരനോ കർഷകനോ എതിരായിട്ടില്ല. അത് എഴുതിയതിൽ ഒരാളാണ് ഞാൻ. അത് ഞാൻ ആരെ വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം, എടുത്ത് കാണിക്കണം. വെറുതെ പറഞ്ഞാൽ പോരാ, എടുത്ത് കാണിക്കണം. ഏത് പേജിലാണിത് പറഞ്ഞിരിക്കുന്നത്, ഏത് സെൻറ്റൻസ് ആണെന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നിട്ട് ഇന്ന് പറയണം. ഇതുവരെ പറഞ്ഞിട്ടില്ല ആരും. പക്ഷേ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വരികയാണെങ്കിൽ അതുകൊണ്ട് പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അതാരാണ്? അതിവിടുത്തെ മാഫിയ ഗ്രൂപ്പ്സാണ്. പാറമടക്കാരുണ്ട്, മണലൂറ്റുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ഖനന ലോബികളുണ്ട്, മരം വെട്ടുന്ന ആൾക്കാരുണ്ട്. അങ്ങനൊരു ലോബി ഉണ്ട്. ആ മാഫിയകൾക്ക് മുഴുവൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എതിരാണ്. സംശയമില്ലാത്ത കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഈ റിപ്പോർട്ട് ഞങ്ങൾ ഓഗസ്റ്റ് 30 മറ്റാണ് കൊടുത്തത്, നവംബറിൽ 2011. അത് 8 മാസം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു ഗവൺമെൻറ്, പുറത്തുവിട്ടില്ല. അതിനുശേഷം RTIയിൽ ചോദിച്ചിട്ട് കൊടുത്തില്ല. പിന്നെ ഡൽഹി ഹൈക്കോടതി പോയിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷമാണ് ഇത് കൊടുത്തത്. ഉടനെ ഇവിടെ വലിയ ബഹളമൊക്കെ ഉണ്ടായി. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് ഉപദ്രവമാണെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി. ഞാൻ അന്നേ തുടങ്ങി ചോദിക്കുന്നതാണ്, കൃഷിക്കാർക്കെതിരായിട്ട് എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കാണിക്കൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇതിനെ തുടർന്ന് തിരക്കിട്ട ചർച്ചകൾ നടത്തുന്ന രാഷ്ട്രീയ പ്രമുഖർക്കും മുഖ്യമന്ത്രി അടക്കം ഈ ചർച്ച കാണുന്നവർക്ക് കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി പേജ് നമ്പർ 43 പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഇവർ എടുത്തു കാണിക്കുന്നത്, വനം കൃഷിഭൂമികൾ ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവരുടെ കൃഷിഭൂമി കൃഷിക്കല്ലാതെ മറ്റൊരു ഉപജീവനത്തിനു വേണ്ടി അവർക്ക് മാറ്റാൻ സാധിക്കുകയില്ല. കൃഷി ഇതര ആവശ്യത്തിനു വേണ്ടി അത് മാറ്റാൻ സാധിക്കുകയില്ല എന്നുള്ളത് അവരുടെ സ്വത്തവകാശത്തിന്മേലുള്ള ഒരു സർക്കാർ കടന്നുകയറ്റമാണ്. വനം മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷിഭൂമിയായിട്ട് തന്നെ നിലനിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷിഭൂമി വീട് വെക്കണമെങ്കിൽ അവിടെ താമസിക്കുന്ന കൃഷിക്കാർക്ക് വീട് വെക്കണമെങ്കിൽ കൃഷി ചെയ്യാന്ന് തന്നെ പറയുന്നുണ്ട്. വീട് വെക്കാന്ന് പറയുന്നുണ്ട്. വീട് വെക്കാണ്ടെന്ന് പറയുന്നില്ല. മനസ്സിലായോ? അത് ക്രയവിക്രയം ചെയ്യണമോ വേണ്ടയോ അതൊന്നും പറഞ്ഞിട്ടില്ല അതിനകത്ത്. റിപ്പോർട്ടിൽ ഇല്ലത്. അതൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കിക്കൊണ്ടുവന്നാണ്. മനസ്സിലായോ? അപ്പോൾ അവിടെ കൃഷി ചെയ്യാനുള്ള അവകാശം അവനുണ്ട്.
അത് സോൺ 1-ലായാലും സോൺ 2-ലായാലും സോൺ 3-ലായാലും കൃഷി ചെയ്യുന്നവന് കൃഷി ചെയ്യാം. കൃഷി ചെയ്യുന്നവർക്ക് ഒരുപാട് തരത്തിലുള്ള ധനസഹായങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രോത്സാഹനങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷി ചെയ്യണ്ടെന്നൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല, കൃഷിക്കാരെ ഇറക്കി വിടണമെന്നും പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതൊക്കെ വെറും നുണപ്രചാരങ്ങളാണ്. വനം കൃഷിഭൂമികൾ രൂപാന്തരപ്പെടുത്താൻ അനുവദിക്കരുത്, ഇതാണ് ആശങ്ക. സ്വന്തം കൃഷിഭൂമി തന്നിഷ്ടപ്രകാരം രൂപാന്തരപ്പെടുത്താനുള്ള അവകാശം കർഷകന് നിഷേധിച്ചാൽ അവൻ എങ്ങനെ അത് അംഗീകരിക്കും? പറയാം. അതിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാം, പക്ഷെ കൃഷിഭൂമിയിൽ ഒരു ടൂറിസം ബിൽഡിംഗ് വരാൻ പാടില്ല. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ കൃഷിഭൂമിയിൽ ടൂറിസം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങൾക്ക് മുഴുവൻ പ്രശ്നമാണ്, വെള്ളത്തിന്റെ പ്രശ്നം വരും. പശ്ചിമഘട്ടത്തിൽ എന്താണ് നടക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, ഇല്ലേ? അവിടെ ഭയങ്കരമായിട്ടുള്ള ഭൂമാഫിയ ഉണ്ട്, അതുപോലെ കെട്ടിട നിർമ്മാണ മാഫിയ ഉണ്ട്. അപ്പോൾ ടൂറിസമാണ് ഏറ്റവും വലിയൊരു സംഗതി. അതിനെ തടഞ്ഞില്ലെങ്കിൽ പശ്ചിമഘട്ടം നശിഞ്ഞു പോകും. അവിടെ താമസിക്കുന്ന ജനങ്ങൾ അവിടെ വിട്ടിറങ്ങി വരേണ്ടി വരും, യാതൊരു സംശയമില്ലാത്ത കാര്യം. ഏകദേശം 70-100 പേജുകൾ വായിച്ചാൽ തന്നെ ഒരുപക്ഷെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ മനസ്സിലാക്കാമെന്നിരിക്കെ ബാക്കി 527 പേജുകൾ നമുക്ക് മാറ്റി നിർത്താം. ഇതിൽ കൃത്യമായ ഒരു പേജ് പോലും വായിക്കാതെ സഭകൾ ഇടയലേഖനം എഴുതുക, പുലികളെ കൊണ്ടുവരുന്നു, ആനകളെ ഇറക്കി വിടുന്നു, നിങ്ങൾ ഇതിനെ ഒരു ഹെറിറ്റേജ് സൈറ്റാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടി മലയോര കർഷകരെ മുഴുവൻ നിങ്ങൾ വിലയ്ക്ക് കൊടുത്തിരിക്കുന്നു തുടങ്ങിയ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. നിങ്ങളും അതിനിടയിൽ പെട്ടുപോകുകയായിരുന്നു തോമസ്? ഇല്ലില്ല. ഈ പശ്ചിമഘട്ടത്തിന് ചുറ്റിലും താമസിക്കുന്ന ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളിൽ പശ്ചിമഘട്ടത്തിൻ്റെ മനോഹാരിതയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അവിടെ കോറിയെ പറ്റി പറഞ്ഞു, ജലസ്രോതസ്സുകളെ പറ്റി പറഞ്ഞു, വന്യമൃഗങ്ങളെ പറ്റി പറഞ്ഞു, മറ്റു മനോഹരമായ ചിത്രശലഭങ്ങളെ പറ്റി പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞെങ്കിലും ഈ പശ്ചിമഘട്ടത്തിന്റെ ചുറ്റിലും താമസിക്കുന്ന വർഷങ്ങളോളമായി 100-ലധികം കൊല്ലങ്ങളായി താമസിക്കുന്ന മനുഷ്യരെ പറ്റി ഒരു വാക്കുപോലും ഗാഡ്ഗിൽ റിപ്പോർട്ടിലോ കസ്തൂരി രംഗൻ റിപ്പോർട്ടിലോ പറഞ്ഞിട്ടില്ല. തെറ്റാണ്. ഇത് കാണുന്ന പ്രേക്ഷകർ എന്ത് പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, 43 പേജ് മുതൽ 53 പേജ് വരെയുള്ള വിവിധ ഘട്ടങ്ങളിലായുള്ള മേഖലാ പ്രവർത്തനങ്ങളിലുള്ള മാർഗരേഖയിലെ ഓരോ വിഷയവും പശ്ചിമഘട്ടത്തിന് സമീപം താമസിക്കുന്നവരെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. വിദ്യാഭ്യാസം, ജലസംരക്ഷണം, ജലസ്രോതസ്സിന്റെ സംരക്ഷണം, ഊർജ്ജ സംരക്ഷണം, അതെങ്ങനെ പര്യാപ്തമാക്കണം, ഓരോ വീടുകളിലും വേണ്ടി വന്നാൽ ഒരു മിനി ഹൈഡൽ പ്രോജക്റ്റുകൾ സ്ഥാപിച്ചു കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട് ഈ റിപ്പോർട്ട്. ഇല്ല, ഈ റിപ്പോർട്ടിൽ ഈ ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുക. ഒരു നിയമം ഒരു രാജ്യത്ത് പ്രാവർത്തികമാക്കുമ്പോൾ ആ നിയമം ജനങ്ങൾക്ക് ഗുണകരമാണോ അല്ലയോ എന്നുള്ള ചർച്ച സാധാരണ ചെയ്യപ്പെടാറുണ്ട്. ഇതൊരു പരിഷ്കൃത രാജ്യമാണ്. നമ്മുടെ ലോകം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തുന്ന പാർലമെന്റ്, അസംബ്ലി, അതുപോലെ നിയമസഭ താഴോട്ട് വന്നാൽ ത്രിതല പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇവിടെ പഞ്ചായത്ത് രാജ് സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അധികാരത്തിന്റെ ചെങ്കോല് ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ 123 വില്ലേജുകളിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചിട്ടായാലും 123 വില്ലേജുകളിലെ 23 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ബാധ്യതപ്പെട്ടവരാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞതിന് മുമ്പാകെ ഞാൻ മുമ്പൊരു കാര്യം ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമം നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുമ്പോൾ അത് ഒരു പാർലമെന്റിലും അസംബ്ലിയിലും മറ്റു തലങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടില്ല? അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനല്ലേ? ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് നിയമമല്ല കൊണ്ടുവന്നത്, ഗാഡ്ഗിൽ കമ്മിറ്റി കൊടുത്തിരിക്കുന്ന കുറെ നിർദ്ദേശങ്ങളാണ്. അത് ജനങ്ങളിലേക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് താങ്കൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇത് പറഞ്ഞിരിക്കുന്നത് എന്തായോ, ഈ നിർദ്ദേശങ്ങൾ മുഴുവൻ ഗ്രാമസഭയിൽ ചർച്ച ചെയ്ത് അവര് തീരുമാനിച്ചോട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാമസഭയിൽ ചേർത്തിട്ടില്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗ്രാമം 6 മാസം കൂടുമ്പോൾ ഗ്രാമസഭ കൂടുന്ന. മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിലെ പടിഞ്ഞാറത്തറ പഞ്ചായത്ത് ഐക്യകണ്ഠമായി പാസ്സാക്കിയ ഒരിതാണ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട്. ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ, ഏറ്റവും കർഷകർക്ക് അനുകൂലമായ രീതിയിൽ പടിഞ്ഞാറത്തറ പഞ്ചായത്ത് ഐക്യകണ്ഠനെ പാസ്സാക്കിയത്. ഒരു പഞ്ചായത്ത് പാസ്സാക്കില്ല നിങ്ങൾ പറയുന്നത്. പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിൽ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്ത് പാസ്സാക്കി എന്നുള്ളതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ
സംസ്ഥാന സർക്കാർ എല്ലാ ഗ്രാമസഭകളിലും ഇത് ചർച്ച ചെയ്യണമെന്നൊരു അജണ്ടയാക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ക്ലിയർ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആവശ്യം ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം ഇല്ല എന്നുള്ളതല്ല, രണ്ട് ചർച്ചയ്ക്ക് ഇത് വെക്കുന്നില്ല എന്നുള്ളതല്ല. ഇവിടെയാണ് ധാരണകൾ പൊളിയേണ്ടത്. ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി കൃത്യമായി പറയുന്നു, പേജ് നമ്പർ 43 ഗ്രാമസഭ ചർച്ച ചെയ്ത് നടപ്പാക്കേണ്ട മാർഗരേഖ മാത്രമാണിത്. കർണാടകയിൽ 25 ഗ്രാമങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 90 ഗ്രാമപഞ്ചായത്തും ഇന്ന് കൂടെ നിൽക്കുന്നു ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ. പിന്നെ എന്തുകൊണ്ട് മാത്രം വയനാട്ടിന്റെയും അല്ലെങ്കിൽ താമരശ്ശേരിയുടെയും ഇടുക്കിയുടെയും ബിഷപ്പുമാർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റും? കർണാടകയുടെയും കേരളത്തിന്റെയും പ്രകൃതി പശ്ചാത്തലവും ജീവിത സാഹചര്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. കർണാടകയിൽ പശ്ചിമഘട്ടം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വളരെയേറെ 10 കിലോമീറ്റർ ആവാസ കേന്ദ്രത്തിന് പുറത്താണ് ജനങ്ങൾ താമസിക്കുന്നത്. ഇവിടെ പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ താമരശ്ശേരി എന്ന് പറയുന്നത്, ഞാൻ പശ്ചിമഘട്ടത്തിൽ അടുത്ത് താമസിക്കുന്ന കൂരാച്ചുണ്ട്. കൂരാച്ചുണ്ടിൽ കക്കയം മേഖല, അതുപോലെ വയലടക്കുന്ന്, ഇങ്ങനെയുള്ള മേഖലയുടെ ആ മേഖലയിൽ തന്നെ ജനങ്ങൾ താമസിക്കുകയാണ്, പശ്ചിമഘട്ടത്തിൽ തന്നെ. ആ പശ്ചിമഘട്ടത്തിനോട് തൊട്ടടുത്ത് പശ്ചിമഘട്ടവുമായിട്ട് 1 കിലോമീറ്റർ അകലമേ ഉള്ളൂ കൂരാച്ചുണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിന്. അവിടെ ബാങ്കുകളും അവിടെ സ്കൂളുകളും കോളേജുകളും അതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളും ഒക്കെയുള്ള ആ പ്രദേശത്ത് ഇത് പ്രാവർത്തികമായി വരികയാണെങ്കിൽ ആ പ്രദേശത്തെ 23,000-ഓളം വരുന്ന ജനങ്ങളെ പരോക്ഷമായി ബാധിക്കുകയാണ്. അറിയേണ്ടത് ശ്രീജ, എന്താണ് വെൽഫെയർ പാർട്ടിയുടെ നിലപാട്? ഈ രാഷ്ട്രീയ ചർച്ച, ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ ചർച്ച കേവലം രാഷ്ട്രീയമായ ഒരു ചർച്ച മാത്രമാണോ? ഏതെങ്കിലും തരത്തിൽ പരിസ്ഥിതിയോടോ ഭാവി തലമുറയോടെയോ കമ്മിറ്റ്മെന്റ് ഉള്ള രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥത്തിൽ നടക്കേണ്ട ചർച്ചയോ സംവാദമോ ആണോ അത്? വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ അജണ്ട ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ്. അല്ല, കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നതേയില്ല. ഇവിടെ അനിവാര്യമായത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണം. പിന്നെ ഇത്തരം ചർച്ചകൾ, ഇത് ഇപ്പോൾ ഇലക്ഷൻ വരുന്നു. കുറച്ച് മുമ്പ് ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. പിറവം ഇലക്ഷനോടും നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിനോടും ബന്ധപ്പെട്ടിട്ട് മുല്ലപ്പെരിയാർ കണ്ടു. മുല്ലപ്പെരിയാർ എന്നിട്ട് പൊട്ടിയില്ല, ഒഴുകിയില്ല, ഒന്നും ചെയ്തില്ല. ഇപ്പോൾ അടുത്തൊരു ഇലക്ഷൻ വരുന്നു. ആ ഇലക്ഷനിൽ ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്യേണ്ടത് ജനങ്ങളെ, അവരെ ജീവിക്കാനും അവർക്ക് സംരക്ഷണം നൽകുകയാണ് ചെയ്യേണ്ടത്. ജനങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുകയാണ്. അവിടെ നുണപ്രചരണങ്ങളല്ല നടക്കേണ്ടത്. ഇപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നാൽ, ഇപ്പോൾ എനിക്ക് ശ്രീ ഒ ടി തോമസിനോട് പറയാനുള്ളൊരു കാര്യം, ഇദ്ദേഹം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനകത്ത് ഒരിക്കൽ പോലും മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടാണ് ഗാഡ്ഗിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത് കേവലമായ ഒരു പരിസ്ഥിതി റിപ്പോർട്ടല്ല, ഇതൊരു രാഷ്ട്രീയ റിപ്പോർട്ടാണ്. ആ രാഷ്ട്രീയ റിപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ഈ റിപ്പോർട്ടിനെ ഭയപ്പെടുന്നത്. എന്തിന്? CPM-ന് പരിഷത്തിനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ ഇത്രയും നാളായിട്ട്? സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസിന് ആദ്യം അന്വേഷിക്കേണ്ട, കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും അവരുടെ പുത്രീപുത്രന്മാർക്കുമൊക്കെ ഈ പശ്ചിമഘട്ടത്തിൽ എത്ര ഏക്കറോളം വരുന്ന വലിയ കോറികളും അതോടൊപ്പം തന്നെ വലിയ മലപ്രദേശങ്ങളിൽ റിസോർട്ടുകളും, ഇവിടെ ഏറ്റവും കൂടുതൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ഇവിടെ പൊളിയാൻ പോകുന്ന റിസോർട്ടുകളാണ്. ജലാശയങ്ങൾ മൂടി അതിൽ റിസോർട്ടുകൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് കോറി മാഫിയകളെയും മണൽ മാഫിയകളെയും വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ നയമാണ്, വലതുപക്ഷത്തിന്റെ നയമാണ്. ജനങ്ങളുടെ പക്ഷത്തല്ല ഈ രണ്ട് പക്ഷങ്ങളും നിൽക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്ത് നടപ്പിലാക്കണം. ചർച്ച ചെയ്ത് നടപ്പിലാക്കാൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായി പറയുന്നുണ്ട്. പ്രാദേശിക ഭാഷകളിൽ നിങ്ങൾ ഗ്രാമസഭകളിലേക്ക് എൻ്റെ റിപ്പോർട്ടിനെ നിങ്ങൾ കൊണ്ടുപോകൂ. അവിടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് കുടിവെള്ളമാണ്. കർഷകനെ സ്നേഹിക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ, കൃഷിയെ സ്നേഹിക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ ഒരിക്കലും ഇത്തരം ഒരു നിലപാടല്ല സ്വീകരിക്കേണ്ടത്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ നടപ്പിലാക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല, ഈ ഇടയ്ക്ക് ഉമ്മൻചാണ്ടി പറഞ്ഞു, അയ്യോ നിങ്ങൾ കസ്തൂരി രംഗനെ വിട്ടേക്കരുതേ, എന്നാൽ ഗാഡ്ഗിൽ വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. ഉമ്മൻചാണ്ടി വായിച്ചിട്ടുണ്ടോ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്? എനിക്ക് അറിയേണ്ടത് അതാണ്. ഉമ്മൻചാണ്ടി അത് വായിച്ചിട്ടുണ്ടെങ്കിൽ, ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നെങ്കിൽ, ഇവിടുത്തെ കർഷകന്റെ പക്ഷത്ത് നിൽക്കുന്നെങ്കിൽ, ഇവിടുത്തെ മലയോരക്കാരുടെ പക്ഷത്ത് നിൽക്കുന്നെങ്കിൽ ഉമ്മൻചാണ്ടി പറയേണ്ടത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാനാണ് പറയേണ്ടത്. അതല്ലാതെ ജനങ്ങളെ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് ഇല്ലാത്ത കഥകൾ അഴിച്ചു വിട്ടുകൊണ്ട് ഒരു നിലപാടല്ല സർക്കാർ സ്വീകരിക്കേണ്ടത്. തോമസ്, അങ്ങ് കോൺഗ്രസിന്റെ പ്രതിനിധി കൂടി ആയതുകൊണ്ടും ഈ ചർച്ചയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തെ അങ്ങേക്ക് ഭാഗത്തു നിന്നും കൂടി സംസാരിക്കേണ്ടി വരുന്നത് കൊണ്ടും അറിയേണ്ടത് 1986 നിലവിൽ വന്ന പരിസ്ഥിതി നിയമം, ആ പരിസ്ഥിതി നിയമത്തിന്റെ പിന്തുടർച്ച പറ്റിയുള്ള വിവിധ പഠനങ്ങൾ, റിപ്പോർട്ടുകൾ, ഇതൊന്നും നടപ്പാക്കാൻ ജാഗ്രതയോ തിടുക്കമോ കാണിക്കാത്ത ഒരു സർക്കാർ PC ജോർജിന്റെ രാജ്യഭീഷണിക്ക് മുന്നിൽ
ജോസഫിന്റെ രാജ്യഭീഷണിക്കും പ്രതിഷേധത്തിനും മുന്നിൽ ഡൽഹിയിൽ പോകുന്നു, ചർച്ച നടത്തുന്നു, വീരപ്പ മൊയ്ലിയെ വിളിക്കുന്നു, സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് നേടുന്നു. സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് നേടി പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് നിയമ മന്ത്രാലയത്തിലേക്ക് അയക്കുന്നു. 48 മണിക്കൂറിനുള്ളിൽ ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷന് ഒപ്പ് കിട്ടുന്നു നിയമ മന്ത്രാലയത്തിന്റെ. നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകുന്നില്ല. ഗവൺമെന്റിനെ കൊണ്ട് പറ്റും, പക്ഷേ രാജ്യസമ്മർദ്ദം ഉണ്ടാവണം. അതാണോ കോൺഗ്രസിന്റെ നിലപാട്? ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ, ഗാഡ്ഗിൽ റിപ്പോർട്ട് കേരളത്തിൽ പ്രായോഗികമാക്കി നടപ്പാക്കാൻ സാധ്യമല്ലാത്തതിൻ്റെ പേരിലാണ് കസ്തൂരിരംഗൻ എന്ന് പറഞ്ഞ ഇത് വെച്ചത്. കസ്തൂരിരംഗൻ കമ്മീഷൻ്റെ റിപ്പോർട്ടും ഇന്ന് പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് പ്രൊഫസർ ഉമ്മൻ കമ്മീഷനെ വെച്ച് അതിൻ്റെ സാധ്യതകളെ പറ്റി പഠിച്ചു. നമുക്കറിയാം, ഈ ഗാഡ്ഗിലായാലും കസ്തൂരിയായാലും ഒരു ഉപഗ്രഹ വീക്ഷണത്തിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ഈ സാധാരണ ജനങ്ങൾ ആവാസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ജനങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം ജനങ്ങൾ ഈ പറയുന്ന പ്രദേശങ്ങളിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ ഒരു ഉപഗ്രഹ വീക്ഷണത്തിലൂടെ അതിൻ്റെ ഇത് തയ്യാറാക്കി അത് കൊടുത്തപ്പോഴാണ് ഇതിന് പ്രശ്നം ഉണ്ടായത്. നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെ, എൻ്റെ ബഹുമാനപ്പെട്ട മാഡം പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഡോക്ടർ വിജയൻ പറഞ്ഞതുപോലെയോ പരിസ്ഥിതിക്ക് എതിരാണ് ഈ മലയോര പ്രദേശത്തെ ജനങ്ങൾ നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. 2010 ഈ പരിസ്ഥിതിയെ പറ്റിയുള്ള ഇന്ന് വളരെ വികാരഭരിതമായി സംസാരിക്കുന്നവർ ഈ രാജ്യത്ത് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഈ പരിസ്ഥിതിയെ മുഴുവൻ സംരക്ഷിച്ചത് ഈ മലയോര മേഖലയിലെ ജനങ്ങളാണെന്നുള്ള വസ്തുത നിങ്ങൾ മറന്നുപോവുകയാണ്. തിരിച്ചു വരാം. വെറും ഉപഗ്രഹ പഠനത്തിലൂടെ മാത്രമാണോ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒരംഗങ്ങളുടെയും ചർച്ച ചെയ്യാതെ തയ്യാറാക്കപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് കാര്യമായ പഠനം നടത്താതെ പോയ ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടും അന്വേഷിക്കാം ഇടവേളയ്ക്ക് ശേഷം. കേരള സമ്മിറ്റ് ചർച്ച ചെയ്യുന്നു. കരട് വിജ്ഞാപനം ഇനിയും പുറത്തു വരാത്ത സാഹചര്യത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്തു പ്രതിഫലനം ഉളവാക്കും? അതിന്റെ യാഥാർത്ഥ്യവും വസ്തുതയും എന്താണ്? GS വിജയൻ, അറിയേണ്ടത് വെറും ഉപഗ്രഹ പഠനത്തിലൂടെ മാപ്പിംഗ് വഴി മാത്രം തെരഞ്ഞെടുത്ത ബൗണ്ടറി ഫിക്സ് ചെയ്തതുകൊണ്ടാണോ? എനിക്കറിയേണ്ടത് വയനാട്ടിലെ വളരെ പരിസ്ഥിതി ദുർബല പ്രദേശമായ കുറുവ ഐലൻഡും CPM-കാർ പറയുന്നത് പോലെ എന്തുകൊണ്ട് ഇടയ്ക്കൽ ഗുഹയും നിങ്ങളുടെ പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ പട്ടികയിൽ വന്നില്ല? ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പഠനം ഉപഗ്രഹ ചിത്രം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള വാസ്തവം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഈ ഡാറ്റ മുഴുവൻ ഇപ്പം മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റിൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ജനറേറ്റ് ചെയ്ത ഡാറ്റ മുഴുവൻ അത് പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് വളരെ കാലങ്ങളായിട്ട് ഗവേഷണം ചെയ്ത വിവരങ്ങൾ മുഴുവൻ ശേഖരിച്ചതിന് ശേഷമാണ് ചെയ്തത്. അത് മുഴുവൻ ഞങ്ങളുടെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഈ 3 മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഉപഗ്രഹം മാത്രമല്ല, ഉപഗ്രഹമാണെങ്കിൽ പറ്റില്ല, ഉപഗ്രഹം മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കസ്തൂരിരംഗനാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റിയത് കാടുള്ള സ്ഥലവും കാടില്ലാത്ത സ്ഥലമാണ്. അത് മാത്രം അതിൽ കൂടെ കാണിക്കുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഈ പ്ലാന്റേഷനും അതിനകത്ത് വന്നു പോകും. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ 14 അംഗങ്ങളിൽ 12 പേരും പശ്ചിമഘട്ടത്തിൽ വളരെ കാലം ഗവേഷണം ചെയ്തിട്ടുള്ള ഫീൽഡ് സയൻറ്റിസ്റ്റാണ്. മാധവ് ഗാഡ്ഗിൽ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ പലരും ഇപ്പോഴും ഗവേഷണം ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കറിയാം അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് അറിയാം. പക്ഷേ കസ്തൂരിരംഗൻ അറിയില്ലായിരുന്നു. അത് പോട്ടെ, ഞാൻ അതിനൊക്കെ അങ്ങനെ കുറ്റം പറയുന്നില്ല, അത് വേറൊരു വിഷയം. ഇവിടെ ചോദ്യം ചുമതലയുണ്ടല്ലോ അല്ല, അതുകൊണ്ട് കാര്യമില്ല. മുകളിൽ നിന്ന് തീരുമാനിക്കാൻ പറ്റില്ല, അടിയിൽ വന്ന് നോക്കണം. ഞങ്ങളൊക്കെ അടിയിൽ പോയി നോക്കിയിട്ടുള്ള ആൾക്കാരാണ്, അതാണ് വ്യത്യാസം. അത് പോട്ടെ, ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണക്കാക്കിയെടുത്തിട്ടില്ല എന്നാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇവിടെ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയല്ലോ, കുറേ ദിവസമായിട്ട് ഇപ്പം ജനങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഡം പറഞ്ഞ പോലെ മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ പൊട്ടു എന്ന് പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ പേടിപ്പിച്ചു. ഒരു രാത്രി കഴിഞ്ഞപ്പോൾ പൊട്ടലില്ല, അതിനുശേഷം പൊട്ടലുണ്ടായില്ലോ, ഇതുപോലെ തന്നെ ഇതും പൊട്ടാതാവും. ഇപ്പോൾ എന്തൊരു ബഹളമാണ് ഇവിടെ നടക്കുന്നത്. ഇത് നടത്തണമെന്ന് പറഞ്ഞിട്ട് 13 നവംബർ 16 ഓഫീസ് മെമ്മോറാണ്ടം പിൻവലിച്ചില്ലെങ്കിൽ അത് കർഷകനെ ബാധിക്കും, കർഷകന് പ്രതികൂലമായിട്ട് ബാധിക്കും. കർഷക വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ ഈ ഗവൺമെൻറ് സമ്മതിക്കില്ല എന്ന് ഉമ്മൻചാണ്ടിയും പറഞ്ഞു, മാണി സാറും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ സാധനമാണ് നവംബർ 12
16-ാം തീയതിയിലത്തെ വിജ്ഞാപനം ഓഫീസ് ഇതിൽ ഒരു വരി ആർക്കെങ്കിലും കാണിച്ചു തരാമോ? കർഷകർക്കെതിരായിട്ടുള്ള ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഇതിലെതിരായിട്ടുള്ള എന്താ അറിയാമോ? ഇതിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന ഞാൻ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വീകരിക്കുന്നില്ല, അത് ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ അത് വേറെ ഇഷ്യൂ. പക്ഷേ ഇതിൽ പറയുന്നത് അവർ ബാൻ ചെയ്തിട്ടുണ്ട്. അതായത് പരിസ്ഥിതി ലോല പ്രദേശം എന്ന് അവർ പറയുന്ന ഏരിയയിൽ ബാൻ ചെയ്തിട്ടുള്ള പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്താണ്? അവിടെ മൈനിങ് പാടില്ല, അതുപോലെ തന്നെ ക്വാറി പാടില്ല, പാറമട പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കർഷകരെ ബാധിക്കുമോ സുഹൃത്തുക്കളെ? ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് മൈനിങ്ങിന്റെ കാര്യം. അറിയേണ്ടത് ഈ അവസാനത്തെ നിമിഷത്തിലും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, ഇതൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാകുന്നു. ഇനിയും ജനങ്ങളെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. അറിയേണ്ടത് ഈ കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും മൈനിങ് നിരോധിച്ചുകൊണ്ടുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി, അത് ഫ്രജൈൽ സോൺ, സെൻസിറ്റീവ് സോൺ 1-ലും സെൻസിറ്റീവ് സോൺ 2-ലും, എന്നാൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള മൈനിങ് നിരോധിച്ചുകൊണ്ടുള്ള ഈ റിപ്പോർട്ടിനെ നിങ്ങൾ അംഗീകരിക്കുന്നു? സാർ, ഞാനിത് പറയട്ടെ. ഇപ്പോൾ ഇവിടെ ചർച്ചാ വിഷയം ആയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം ഈ 123 വില്ലേജുകളിലെ 23 ലക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള ഉത്കണ്ഠയാണ് നമുക്കുള്ളത്. മൈനിങ്ങും അതുപോലെ ഖനനവും എന്നൊക്കെ പറയുന്നത് ഈ സംസ്ഥാനത്ത് എവിടെയെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റുകളാണ് ലൈസൻസ് കൊടുക്കുന്നത്. ഈ മലയോര മേഖലയിലെ കർഷകരോ അല്ലെങ്കിൽ മലയോര മേഖല ജനങ്ങളുമല്ല. ഇപ്പം ഞാനും എൻ്റെ മലയോര മേഖലയിൽ വെലങ്ങാട് അതുപോലെ പ്രദേശങ്ങളിലൊക്കെ വൻകിട ഖനനങ്ങൾ നടക്കുന്നുണ്ട്, പാറ ഖനനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പാറ ഖനനത്തിന് വേണ്ടി വില്ലേജ് ഓഫീസ് മുതൽ അതിൻ്റെ പെർമിഷൻ കൊടുക്കുന്നത് കളക്ടർ അടക്കമുള്ള അതിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റാണ് അതിൻ്റെ പെർമിഷൻ കൊടുക്കുന്നത്. അതിന് ഈ പാവപ്പെട്ട മലയോര ജനതയെ എന്തിന് നിങ്ങൾ കുരിശാക്കരുതെന്നുള്ള ഞങ്ങളുടെ ചോദ്യം. ഖനനം നിർത്തട്ടെ, പാറ പൊട്ടിക്കൽ നിർത്തട്ടെ, അനധികൃതമായ കോരി നിർത്തട്ടെ. അതിന് നിയമമില്ല ഈ രാജ്യത്ത്. ആ നിയമം പ്രാബല്യത്തിൽ വരുത്താൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റാണ് വേണ്ടത്, അല്ലാണ്ട് ഇവിടെ ഗാഡ്ഗിലും കസ്തൂരി അല്ല വേണ്ടത്. ഗാഡ്ഗിലും കസ്തൂരിയും ഈ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കുന്നത്. മൈനിങ്ങിനെ കുറിച്ചും എക്സ്പ്ലോസീവിനെ കുറിച്ചുമുള്ള ആക്ട് പാസാക്കിയ സർക്കാർ, സംസ്ഥാന സർക്കാർ, അവരോട് ഒപ്പം നിൽക്കുന്ന മന്ത്രിമാർ, ഇവർ ബന്ധുക്കളായിട്ടുള്ള കോറികൾ ഉണ്ട് കേരളത്തിൽ, കോട്ടയത്തിൽ. അത് നിങ്ങൾ തെളിയിക്കുക. കലഞ്ഞൂരിലെ പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂരിലെ കോറികൾ ആരുടേതാണെന്നൊന്ന് അന്വേഷിച്ചു നോക്കണം, അപ്പോഴും മനസ്സിലാകും. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ, കുടിയേറ്റ കർഷകരെ പുറത്തിറക്കുന്നതിൽ വെൽഫെയർ പാർട്ടിയും എതിരാണ്. കുടിയേറ്റ കർഷകർ ജീവിക്കണം, അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംരക്ഷണം കിട്ടണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്നതാണല്ലോ വികസനത്തിന്റെ ഭാഗമായിട്ട്, ദേശീയപാതയുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ കുടിയിറക്കി തെരുവിലേക്ക് വിടുന്നു. അപ്പോഴൊന്നും ഇവിടെ ആരും ഇടയലേഖനം വായിച്ചു കണ്ടില്ല. അതിൽ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത ജനസ്നേഹം പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇടതും വലതും അളിയന്മാരായി നിന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഉണ്ടാകുന്നതിന്റെ അർത്ഥമാണ് മനസ്സിലാകാത്തത് കേരള ജനതയ്ക്ക്. അത് മനസ്സിലാക്കി തരണം. അതിനോട് കൂടി പറഞ്ഞോട്ടെ, ഇടതുപക്ഷത്തിന്റെ കാപട്യങ്ങൾ കണ്ടുണ്ടോ? 5 സെന്റ് വയലുള്ളത് നികത്തി അവിടെ ഒരു ചെറിയ കുടിൽ വെച്ച് കെട്ടാന് ഇവർ കൊടിയായിട്ട് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ട് ഇത്രയും കാലം? നാട് മുഴുവൻ ഒരു വയലിൽ നികത്തിയെന്ന് പറഞ്ഞിട്ട് കർഷക ദ്രോഹം എന്ന് പറഞ്ഞിട്ട് കൊടിയെടുത്ത് ഇറങ്ങിയവരാ. നോക്കണം, ഇപ്പൊ പറയുന്നു അവിടെ കർഷകർക്ക് ദ്രോഹമുള്ള പരിപാടി ആയതുകൊണ്ടാണ് ഞങ്ങൾ എതിരേക്കുന്നത്. അവിടെ കൃഷിഭൂമി കൃഷിക്ക് ആവശ്യത്തിനും അതേപോലെ തന്നെ വനഭൂമി വനത്തിന്റെ ആവശ്യത്തിനും ഉപയോഗിക്കണം എന്നാണ് കസ്തൂരിരംഗൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ അവിടെ വേറെ മറ്റു ഇതേപോലെ തന്നെയാണ് പറഞ്ഞത്. ഈ കൃഷിഭൂമി കൃഷിക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മളെ വയലേലകൾ. ആ വയലേലകളിൽ എന്തിനാ കൊടി പിടിക്കുന്നത്? അത് ഇവരുടെ മഹാകാപട്യമാണ്. വെറുതെ വയലേലകൾ നികത്തുന്നു എന്ന് പറഞ്ഞ് ഇവരാകെ കൊടി പിടിക്കും. എല്ലാവരും രാഷ്ട്രീയക്കാരൻ മുഴുവൻ ഇത് ഇടതു വലതൊന്നും പ്രശ്നമല്ല. ഇതില്ലേ ഇതിൻ്റെയൊക്കെ കബഡി നിങ്ങൾക്ക് അറിയണമെങ്കിൽ അങ്ങ് മലയോര മേഖലയിൽ ചെന്നാൽ മതി. ഞാൻ താമരശ്ശേരിക്ക് അടുത്തുനിന്ന് വരുന്ന എന്ത് ഗുണ്ടാ വിളയാട്ടാന്ന് നടത്തിയത്. അവിടെ ലോഡ് കണക്കിന് ആളുകളെ കോറിയിൽ നിന്ന് ഇറക്കിയായിരുന്നു. മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. അന്ന് റിപ്പോർട്ട് ചെയ്തോളെ എല്ലാവരെയും തലകൾ എടുത്തു നോക്കൂ. ഇവരൊക്കെ കോറിപ്പണിക്കാരായിരുന്നു, ഇവരുടെ ഗുണ്ടകളായിരുന്നു. ഇത്ര വലിയൊരു ഗുണ്ടാ വിളയാട്ട് എന്തിനാണ് അവിടെ നടത്തിയത്? ഏപ്രിൽ 10-ാം തീയതി തീരുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ. ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾ മാത്രം ഇവിടുത്തെ ഇടതുപക്ഷ കക്ഷികളുടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാനൊരു കോട്ടയംകാരനാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കരിങ്കൽ ഗ്വാറികളാണ് അവിടുത്തെ സമരാഭാസങ്ങൾ മുഴുവൻ സ്പോൺസർ ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പരിപാടി നടന്നതാണ്. അവിടെ കരിങ്കൽ ഗ്വാറിയുടെ ആൾക്കാർ ഓരോ ആൾക്കാരെ സ്പോൺസർ ചെയ്ത് മൈക്ക് അനൗൺസ്മെന്റും മറ്റ് കാര്യങ്ങളും ഒക്കെ അത് പൈസ ഇടയ്ക്ക് പണം ഇതിനു വേണ്ടി
ഒഴുക്കുകയാണ്. അതിന്റെ ചട്ടുകങ്ങളായി ഇന്ന് മലയോര കർഷക സമിതി പ്രവർത്തിക്കുന്നതാണ് എന്റെ അഭിപ്രായം. ബഹുമാനപ്പെട്ട മാണം പറഞ്ഞു, ഇടയലേഖനം ഇറക്കി പുരോഹിതന്മാർ ജനങ്ങളെ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്നുവെന്ന് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ഞാൻ അതിനെപ്പറ്റി അദ്ദേഹത്തെ ഇവരോട് പറയട്ടെ. ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആ പുരോഹിതന്റെ കീഴിലുള്ള ഞങ്ങളെ സംബന്ധിച്ചോളം കത്തോലിക്ക സഭ അഭിമാനപൂർവ്വം ഞാൻ പറയുകയാണ്, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം പുരോഹിതർക്കുണ്ട്, പോപ്പ് മുതലുള്ള താഴെയുള്ള ആൾക്കാർക്കുണ്ട്. ഇടയനും ആടുകൾ എന്നാ പറയുന്നത്. ഞങ്ങളുടെ ഭൗതികമായ സമ്പത്ത്, ഞങ്ങളുടെ നേട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത, ഞങ്ങൾ നിയമപരമായി ഉണ്ടാക്കിയത് 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ കോവിലകം, കിഴക്കേടത്ത് കോവിലകം, മല്ലിശ്ശേരി കോവിലകം മുതലായ മേഖലകളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയെടുത്ത ഈ ഭൂമി ഞങ്ങൾ വാങ്ങിയെടുത്ത ഭൂമി ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിന് ഞാൻ ചോദിക്കട്ടെ എന്തായാലും ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും സഭ അല്ലെങ്കിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി സഭയുടെ പുരോഹിതൻ മാർഗത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ പുരോഹിതൻ നേരിട്ടിടപെടുന്നു. പുരോഹിതന്മാർ എന്ന് പറയുന്നവര് വെറും പള്ളിക്കകത്തിരുന്ന് കുർബാന ചെല്ലുകയും അതുപോലെ സഭയുടെ മറ്റ് നിയമങ്ങളും അൽമായർക്കും ജനങ്ങൾക്ക് കൊടുക്കുകയും മാത്രം ചെയ്യേണ്ടവരല്ല. ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും കാലാകാലങ്ങളായി പ്രഖ്യാപിക്കുന്ന ഒരു വാക്കുണ്ട്. ഈ കേരളത്തിൽ കാണുന്ന ഇന്നത്തെ പുരോഗതിക്ക് പിന്നിൽ കത്തോലിക്ക സഭയും അവരുടെ പ്രവർത്തനങ്ങളും ഉണ്ട് എന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളും പ്രസംഗിച്ചിട്ടുണ്ട്. ഈ കേരളത്തിലുള്ള വിദ്യാലയങ്ങൾ, ഈ കേരളത്തിലുള്ള ആതുരാലയങ്ങൾ, ഈ കേരളത്തിലുള്ള മറ്റ് ഇതര സ്ഥാപനങ്ങളൊക്കെ തന്നെ ഈ കാലഘട്ടത്തിലൊക്കെ 100-ലധികം വർഷങ്ങളായി ഈ സംസ്ഥാനത്ത് നേരത്തെ ശ്രീജ നെയ്യാറ്റിൻകരയും ഇദ്ദേഹമൊക്കെ CPM-നെ വളരെ മത്സരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് മണ്ണിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി ജീവൻ ത്യാഗം സഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് CPM. അതെ, ഒരു മിനിറ്റ് പറയട്ടെ. നിങ്ങൾ പറയട്ടെ. 2002 ശ്രീ VS അച്യുതാനന്ദൻ ഇവിടെ കൊണ്ടുവന്നൊരു നിയമമുണ്ട്. തണ്ണീർത്തടം അട്ടിമറിച്ചപ്പോൾ CPM-കാർ എവിടെയായിരുന്നു? ആ നിയമത്തെ അട്ടിമറിച്ചപ്പോൾ പാഠം പഠിക്കണമെന്നുണ്ട്. 25 വർഷം ബംഗാളിൽ ഭരിച്ച CPM-ന് അവിടെ അധികാരം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഞങ്ങൾ മനസ്സിലാക്കിയത് ആ പ്രദേശത്തെ കർഷക തൊഴിലാളികളുടെ ഭൂമി എടുത്ത് ടാറ്റയ്ക്ക് കൊടുത്തപ്പോഴാണ്. അപ്പോൾ മനസ്സിലായി കർഷകന്റെ വിയർപ്പ് തുള്ളികൾക്കാണ് ഇവിടെ വില. പക്ഷേ പാടങ്ങൾ നികത്തി അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകൾ എടുത്ത് അതിന്റെ മുകളിൽ നിന്ന് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ആരും സംസാരിക്കരുത്. വീട്ടിന്റെ മുറ്റത്തുള്ള തെങ്ങിൻ ചുവട്ടിലേക്ക് രാവിലെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കാത്ത ആളുകൾ, കർഷക തൊഴിലാളികൾ മത്സരിച്ച് സംസാരിക്കരുത് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. അറിയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് എന്നിട്ട് പിണറായി വിജയൻ പറയുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടും തള്ളിക്കളയണം? അതെ, ഞങ്ങൾ പറഞ്ഞത് കർഷക വിരുദ്ധമാണ്. എന്തുകൊണ്ട് പറയാം? നിങ്ങൾ ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറയുന്നില്ല. നിങ്ങൾ പരിഷത്തിനെ ബോധ്യപ്പെടുത്താൻ മനുഷ്യനോട് മാത്രമേ സ്നേഹമുള്ളൂ, അല്ലെങ്കിൽ ഇതേപോലത്തെ ഈ പ്രകൃതിയോടും പ്രകൃതി രമണീയമായ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലും ചൂടേറിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ നേർപ്രതിഫലനമാണ് നിങ്ങൾ കാണുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് പിരിയുന്നു കേരള സമിറ്റിയിൽ. ഗാഡ്ഗിൽ വിഷയവും കസ്തൂരി രംഗൻ റിപ്പോർട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുറപ്പ്. കരട് വിജ്ഞാപനം ഇനിയും പുറത്തു വന്നിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചർച്ച ഒരു ചെറിയ ഇടവേളയ്ക്ക് പോകും. കസ്തൂരി കലാപത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? കേരള രാഷ്ട്രീയത്തിൽ കത്തിക്കയറുകയാണ് കസ്തൂരി കലാപത്തിന്റെ രാഷ്ട്രീയ ഫലങ്ങൾ. ആർക്ക് അനുകൂലമായി തീരുമത് അന്വേഷിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം. ഞാൻ ഒരു 5 ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഒരു ചോദ്യം ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞില്ല, അത് ഡൈവേർട്ട് ചെയ്ത് പോയി. എനിക്ക് കറക്റ്റായിട്ട് വേണ്ടത് യെസ് ഓർ നോ എന്നുള്ളതാണ്. ഒന്ന് ചോദിച്ചത് ഈ 11 നവംബറിൽ ഇത് പിൻവലിക്കണമെന്നാണല്ലോ പറഞ്ഞത്, കഴിഞ്ഞ നവംബറിലെ. ആ നോട്ടിഫിക്കേഷനാണ് എൻ്റെ കയ്യിലുള്ളത്.
അതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് മൈനിങ്ങും അതുപോലെ തന്നെ സാൻഡ് മൈനിങ്ങും ക്വാറിയിങ്ങും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിസ്ഥിതി ലോല പ്രദേശത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കർഷകന് എതിരാണോ അല്ലയോ എന്നാണ് ഒരു ചോദ്യം. അതിന് മറുപടി പറയണം താങ്കൾ. രണ്ടാമത് തെർമൽ പ്ലാന്റുകൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കർഷകനെതിരാണോ? പാടില്ല എന്ന് പറയുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് 20,000 സ്ക്വയർ മീറ്ററിൽ കൂടുതലുള്ള ബിൽഡിംഗ് കെട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കർഷകനെ ബാധിക്കുകയോ ഇല്ലയോ? നാലാമത് പറഞ്ഞിരിക്കുന്നത് ടൗൺഷിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് പരിസ്ഥിതി ലോല പ്രദേശത്ത് ടൗൺഷിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് 50 ഹെക്ടറിനകത്ത് നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുകളിൽ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ അതിൽ കെട്ടുന്ന ബിൽഡിങ്ങുകൾ മൊത്തത്തിൽ കൂടി 1,50,000 സ്ക്വയർ മീറ്ററേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കർഷകരെ ബാധിക്കുമോ സുഹൃത്തുക്കളെ? ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോട് ഇനി ചോദിക്കാനുള്ളത്. ഇതിൽ ഏതെങ്കിലും കർഷകരെ ബാധിക്കുന്നുണ്ടല്ലോ എന്ന് പറയൂ. ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയൂ സാർ. എനിക്കൊരു ചോദ്യം ശ്രീ വിജയനോട്. ഏകവിള തോട്ടങ്ങൾ ഇനി നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ള ആശങ്ക ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ, കസ്തൂരിരംഗനല്ല, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. യൂക്കാലിപ്റ്റസ് പോലെയുള്ള വിദേശമാണെങ്കിലും ശരി അല്ലാത്തതാണെങ്കിലും ശരി ഏകവിള കൃഷി നമുക്ക് പാടില്ല. ഈ SS1 ഏകവിള കൃഷികൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. യൂക്കാലിപ്റ്റസ് പോലെയുള്ള ഏകവിള കൃഷികൾ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. യൂക്കാലിപ്റ്റസ് പോലെയല്ല ചായയോ കാപ്പിയോ നമ്മുടെ കാടമോ വിദേശ ഏക ഇന തോട്ടങ്ങൾ. അതെ, അതിൽ പറഞ്ഞിട്ടുണ്ട്. യൂക്കാലിപ്റ്റസ് പോലെയുള്ള എന്നാണ് കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ബാധകമല്ല. അല്ല, അത് ബാധകമാകുന്നത് നമ്മുടെ പൈൻ ഫോറസ്റ്റ് ഉണ്ട്, അക്കേഷ്യ ഫോറസ്റ്റ് ഉണ്ട്, അതിനൊക്കെ ബാധകമാകുന്നു. അതാണ് സംഗതി. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അല്ല, ഇതിപ്പോൾ നമ്മളങ്ങനെ സജസ്റ്റ് ചെയ്ത് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കൂടി ഗാഡ്ഗിൽ കമ്മിറ്റിയിലുണ്ട്. അത് ഗ്രാമസഭയിൽ ചർച്ച ചെയ്തിട്ട് അപ്പോൾ പറഞ്ഞാൽ മതി, ഇതിന് ബാധിക്കില്ല എന്നുള്ളത് വ്യക്തമായിട്ട് വേണമെങ്കിൽ ആക്കാം. അതുപോലെ ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ശുപാർശകളും എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കാനുള്ള അവസരം ഗ്രാമസഭയ്ക്കുണ്ട്, ഗവൺമെൻറ്റിനുണ്ട്. പക്ഷേ കസ്തൂരിരംഗൻ കമ്മിറ്റിയിൽ അതില്ല. അത് ഏകപക്ഷീയമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന റിപ്പോർട്ടാണ്. അവിടെ ജനാധിപത്യമില്ല. അതുകൊണ്ട് അതൊരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ള സാറ് എനിക്കുള്ള മറുപടി തരില്ല. സാറിനെ കൊണ്ട് പറ്റില്ല. സാറിനെ കൊണ്ട് പറ്റില്ല. ഉറക്കം നടിക്കുന്നവനെ വിളിച്ചെഴുന്നേൽപ്പിക്കാം, ഉറങ്ങുന്നവനെ വിളിച്ചേൽപ്പിക്കാം. ഉറക്കം നടിക്കുന്നവനെ നമുക്ക് വിളിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ പറയുന്ന മറുപടികളെ നിങ്ങൾ വ്യത്യസ്തമായ നിങ്ങളിപ്പോൾ മൈനിങ്ങിനെ പറ്റി പറഞ്ഞു. ഞാൻ മൈനിങ്ങിനെയും അതുപോലെ തന്നെ കോറികളെ പറ്റി ആദ്യം തന്നെ പറഞ്ഞു. ഇത് മലയോര മേഖലകളിൽ ഇതിന് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ഈ ഗവൺമെന്റ് ആണ്. ഇപ്പോൾ ഗാഡ്ഗിൽ 2010 സ്വാഗതം ചെയ്യുന്നു. അനധികൃത കോറികളും മൈനിങ്ങും സ്വാഗതം ചെയ്തു. നമ്പർ 2 പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? 20,000 സ്ക്വയർ ഫീറ്റിൽ മുകളിലുള്ള ഗ്രാമങ്ങളിൽ പണിയപ്പെടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അങ്ങനത്തെ അതിന്റെ ആവശ്യമില്ല. കാരണം പറഞ്ഞുതരാം. ഈ ടൗൺഷിപ്പും അതുപോലെയുള്ള ഇത്രയും വലിയ കെട്ടിടങ്ങളും വരുന്നതൊക്കെ ഈ നഗരങ്ങളിലാണ് വരുന്നത്. ഇപ്പോൾ തന്നെ ഞാനിങ്ങ് പോരുന്ന വഴിക്ക് കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം എനിക്ക് തോന്നുന്നു അവിടെ ഈ 40 നിലയിൽ ഫ്ലാറ്റ് ഉണ്ടാക്കുന്നു. അവിടെ ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കച്ചവടക്കാരനായിരുന്നു. ഈ അരയടത്ത് പാലം മുതൽ ഇപ്പോൾ എരഞ്ഞിപ്പാലം മുതൽ അങ്ങേ അറ്റത്ത് ആ ഫറോക്കിൻ്റെ അവിടം വരെ 10,000 ഏക്കർ സ്ഥലം തണ്ണീർത്തടങ്ങളായിരുന്നു. ഈ തണ്ണീർത്തടങ്ങളൊക്കെ നികത്തി 10,000 കെട്ടിടങ്ങൾ ഉണ്ടാക്കി പാവപ്പെട്ട ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഇതേ മാത്രമേ ഉള്ളൂ. മനുഷ്യനായിട്ട് ഞങ്ങളെ അംഗീകരിക്കുകയും ഞങ്ങൾക്ക് ജീവിക്കുകയും. ഞാൻ ചോദിക്കട്ടെ സാർ, ഞാൻ ചോദിക്കട്ടെ വരികയാണ്. എന്തുകൊണ്ട് ഇത്രമാത്രം ഗുണകരമായ ഒരു വിഷയമാണ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടെങ്കിൽ എന്തുകൊണ്ട് അത് പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ വേണ്ടി 2010 വന്നപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഗ്രാമസഭകളൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹം തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ വിജയൻ പറഞ്ഞു ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യണമെന്ന്. എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? അതിന് മറുപടി പറയാൻ ഡോക്ടർ വിജയൻ, ശ്രീ തോമസ് വളരെ വളരെ ദയാപൂർവം തന്നെ പറയട്ടെ. ഒരേ ഒരു കാര്യം,
ഇത് 2011 ശേഷം നിലവിൽ വന്ന റിപ്പോർട്ടാണ്. ഒന്ന്. രണ്ട്, നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയം ഇത് ചർച്ച ചെയ്തില്ല എന്നതല്ല നിങ്ങൾ ഇന്നും ഇന്നലെയുമായി രാഷ്ട്രീയ സമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്നത്. കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്നാണ്. പക്ഷെ പ്രശ്നങ്ങൾ നിങ്ങൾ എണ്ണമിട്ട് പറയുന്നില്ല. പ്രശ്നങ്ങൾ എണ്ണമിട്ട് പറയണം. അത് നമുക്ക് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ കേരളത്തിലെ ജനങ്ങളെ നമുക്ക് കളിപ്പിക്കാൻ പറ്റില്ല. ഈ വിഷയത്തിൽ ഞാൻ ഇപ്പോൾ എണ്ണമിട്ടൊരു കാര്യം പറയാം. കൂരാച്ചുണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് ബാങ്കുകളിൽ ലോൺ കൊടുക്കുന്നില്ല. റിപ്പോർട്ടിന്റെ അകത്ത് ഉൾപ്പെട്ട വില്ലേജുകളിൽ ജനങ്ങൾക്ക് ഈ ബാങ്കിൽ ലോൺ കൊടുക്കുന്നില്ല. സ്ഥലം വിൽക്കാൻ പറ്റാത്ത രമേശൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളി ആത്മഹത്യ ചെയ്തു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? സമതലങ്ങളിലും ടൗണുകളിലും താമസിക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടപ്രകാരം ഫ്ലാറ്റ് ക്രയം ചെയ്യാം, സ്ഥലം വിൽക്കാം, അവർക്ക് മക്കൾക്ക് സ്ത്രീധന തുകകൾ വേണമെങ്കിൽ കെട്ടിച്ചു കൊടുക്കാം, അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ കൊടുക്കാം. പക്ഷെ മലയോര കർഷകർക്ക് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന്റെ പേരിൽ റിയൽ എസ്റ്റേറ്റിൽ അവരുടെ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റുന്നില്ല. റിയൽ എസ്റ്റേറ്റിൽ അവരുടെ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? ഈ മലയോര മേഖലകളിൽ ഏറ്റവും കൂടുതൽ റിസോർട്ടുകളും ഏറ്റവും കൂടുതൽ വാണിജ്യ മേഖലകളും ഉള്ളതെല്ലാം നമുക്കറിയാം. പാവപ്പെട്ട ആദിവാസി കർഷകനാണ് ഇവിടെ യാതൊരുവിധ സംരക്ഷണവും കിട്ടാതിരിക്കുന്നത്. അവന് കൃഷി ചെയ്യാൻ അവന് നിർവാഹമില്ല. അവനെ തെരുവിലാക്കിക്കൊണ്ട് മലയോര കർഷകരെന്ന് പറയുന്ന കുടിയേറ്റ കർഷകരെന്ന് പറയുന്നവർക്ക് എന്തും എപ്പോഴും എങ്ങനെയും നടപ്പിലാക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. കോഴിക്കോട് നഗരത്തിൽ 10 സെന്റ് സ്ഥലം വാങ്ങുന്നവൻ അതിന് ആധാരം ചെയ്യുന്നു, നീതി അടയ്ക്കുന്നു, പട്ടയം കിട്ടുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളാണ് ജനപക്ഷത്ത് ഇവരുടെ അടിസ്ഥാനമായ ചോദ്യോത്തരം പറയൂ. ഇവരുടെ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നം തന്നെയല്ലേ? തീർച്ചയായും പ്രശ്നം തന്നെയാണ്. പക്ഷേ അതിനകത്ത് കോറി മാഫിയകളും ആര് പറഞ്ഞു കോറി മാഫിയ ചെറുപ്പക്കാരന്റെ ആത്മഹത്യ ചെറുപ്പക്കാരന്റെ 77 സെന്റ് സ്ഥലത്ത് കോറിയില്ല ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഇവിടെ അവതരിപ്പിച്ച വിഷയത്തിൽ ഒരു പെശകുണ്ടായിരുന്നു. കാരണം മാധവ ഗാഡ്ഗിൽ കമ്മീഷൻ നടപ്പാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കസ്തൂരിരംഗൻ കമ്മീഷൻ കൊണ്ടുവന്നത്. അതല്ല, തെറ്റാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധവ ഗാഡ്ഗിലിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇവിടെ ഒരു ആശയവും നിലവിലില്ലാത്ത ആമാശയം മാത്രം വീർപ്പിക്കാൻ നിൽക്കുന്ന ഇവിടുത്തെ കച്ചി രാഷ്ട്രീയക്കാരൻ്റെ നട്ടലില്ലായ്മയുടെ പ്രധാന ഘടകമാണ് നിങ്ങൾക്ക് ഈ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ സമരത്തിൽ പാവപ്പെട്ട അവിടുത്തെ സാധാരണക്കാരായ കർഷകരെ പോലും സ്ത്രീകളെ ശവമഞ്ചേറ്റിക്കൊണ്ട് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത് ഈ സർക്കാരിൻ്റെ ഒരു നെറികെട്ട പ്രവർത്തനം കൊണ്ടാണ്. കാരണം അത് ഈ മാധവ ഗാഡ്ഗിൽ കമ്മീഷൻ മലയാളത്തിൽ രൂപപ്പെടുത്തി ഇവിടുത്തെ എല്ലാ പഞ്ചായത്തുകൾക്ക് ചർച്ച ചെയ്യാൻ കൊടുക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ പള്ളിക്കാരും പട്ടക്കാരും ഇവിടുത്തെ മർക്കസ് മുതലാളിക്കും ഇവിടെ വന്നിട്ട് നീർന്നെന്ന് വർത്തമാനം പറയാൻ കഴിയില്ലായിരുന്നു. കാരണം ഒരു ഉദാഹരണം ഞാൻ പെട്ടെന്ന് അവതരിപ്പിക്കാം. പെട്ടെന്ന്, അതായത് ഈ കടലിൽ അയിലയും മത്യം പെരുകുന്നത് പോലെ തിമിംഗലം പെരുകാത്തത് എന്തുകൊണ്ട്? കാട്ടിൽ മാനും മുയലും പെരുകുന്നത് പോലെ ആന പെരുകാത്തത് എന്തുകൊണ്ട്? ഈ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചു വെച്ച ഒരു സംവിധായകനുണ്ട്. അവനെ നോക്കിയിട്ടാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ആകാശത്തെ പറവുകൾ കൊഴിയുന്നില്ല, വിതക്കുന്നില്ല. ഇവിടുത്തെ അച്ഛന്മാര് വാളെടുത്ത് പറയട്ടെ, ഒരു മിനിറ്റ് പറയട്ടെ. ഇവിടുത്തെ പള്ളിക്കാർക്കും മർക്കസ് മുതലാളിമാർക്കും ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഇവിടുത്തെ കോറി മാഫിയകളുടെ കുഞ്ഞാടുകളായി നിങ്ങൾ മാറരുത്. നിങ്ങൾ ദൈവത്തിന്റെ കുഞ്ഞാടുകളാവുക. ജീവജാലങ്ങൾ നിലനിന്നാലേ, ഇവിടുത്തെ പ്രകൃതിയിലെ പ്രപഞ്ചം നിലനിന്നാലേ ഇവിടുത്തെ മനുഷ്യന് ജീവിക്കാനുള്ള അന്തരീക്ഷം നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് ഇതിനെ സംരക്ഷിക്കുന്നത് അത്യാവശ്യമാണെന്നുള്ള ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ ചർച്ച നടത്താൻ പാവപ്പെട്ടവരെ നിങ്ങൾക്ക് വഞ്ചിക്കാതിരിക്കാനുള്ള ദയവായി, കാരണം ദൈവത്തോർത്തെങ്കിലും നിങ്ങൾ വഞ്ചിക്കാതിരിക്കുക. ഒരു കാര്യം ഇദ്ദേഹത്തോട് പറയാനുള്ളത്, മൈക്ക് കിട്ടിയാൽ സംസാരിച്ചാൽ പോരാ, കാരണങ്ങൾ കാര്യസഹിതം വിശദീകരിക്കണം. കാരണം ഇദ്ദേഹം ഇവിടെ 2-3 വട്ടം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്, കസ്തൂരിരംഗൻ തെറ്റ്, മാധവ ഗാഡ്ഗിൽ കമ്മീഷൻ തെറ്റ്, എന്താണ് CPM-ന് ബദല് വെക്കാനുള്ളത്? പ്രിയ സുഹൃത്ത്,
നിങ്ങൾ കർഷക തൊഴിലാളികളുടെ കാര്യം പറഞ്ഞല്ലോ. കയ്യൂരും കരിവള്ളൂരും മുനിയംകുന്നും പാടിക്കുന്നും ഇത് പുന്നപ്ര പോരാടിയ ധീര രക്തസാക്ഷികളുടെ ഇന്ന് ആരെ കയ്യിലാണ്? ഇന്ന് ആരെ കയ്യിലാണ്? RP ബാലന്റെ മുതലാളി രവി പിള്ളന്റെ അടുക്കളയിലെ നിങ്ങൾക്ക് എന്താ അർഹത? പണച്ചാക്കിന്റെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും എത്രമാത്രം ശക്തമാണ് എന്ന് ഈ ചർച്ചയുടെ ആദ്യഘട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കലക്കിമറിക്കുന്ന സാഹചര്യത്തിൽ, കരട് വിജ്ഞാപനം ഇനിയും പുറത്തു വരാത്ത സാഹചര്യത്തിൽ, ഇനിയും പുതിയ സമവാക്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാകാനിടയുള്ള സാഹചര്യത്തിൽ അന്വേഷിക്കുന്നു, എന്താണ് കസ്തൂരി കലാപത്തിന്റെ പൊരുൾ? ശ്രീ വിജയൻ, അങ്ങ് ഉന്നയിച്ച 5 ചോദ്യങ്ങളിൽ കൃത്യമായ ഒരു ഉത്തരം നമുക്ക് ഇനിയും കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ച 5 ചോദ്യങ്ങൾക്കും താങ്കൾ ഒരു കൃത്യമായിട്ടുള്ള മറുപടി തന്നില്ല. ഉത്തരങ്ങൾ നിങ്ങൾ തൃപ്തികരമല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിച്ചത് എന്താണ്, ഇത് എങ്ങനെ കർഷകരെ ബാധിക്കും? കർഷകർ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ള ചോദ്യമാണ്. കർഷകരെ ബാധിക്കുന്ന വിവരം നിങ്ങൾ കേട്ടില്ല. കർഷകർക്ക് നികുതി, അദ്ദേഹം പറഞ്ഞു കർഷകരുടെ ഭൂമിക്ക് നികുതി വാങ്ങുന്നില്ല, കർഷകർക്ക് ബാങ്കിൽ ലോൺ കിട്ടുന്നില്ല, കർഷകർക്ക് ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല. ഈ ഗാഡ്ഗിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് വരെ ഈ മേഖലയിലെ ജനങ്ങൾക്ക് അവരുടെ ഭൂമി വിൽക്കാൻ പറ്റുന്നു, അവർക്ക് നികുതി വാങ്ങിക്കൊണ്ടിരുന്നു, അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നു, അവർ വീട് പണിതുകൊണ്ടിരുന്നു. അങ്ങനെ മറുപടി പറയാം. അതെ, ഇവിടെ പറഞ്ഞത് കർഷകർക്ക് പ്രശ്നങ്ങളായി, അവരുടെ ലാൻഡ് വിൽക്കാൻ പറ്റുന്നില്ല, നികുതി അടയ്ക്കാൻ പറ്റുന്നില്ല, പ്രശ്നങ്ങളൊക്കെ വന്നു. ഇതെല്ലാം ഒരു വലിയ ഒരു കോൺസ്പിറസിയുടെ പാർട്ടാണ്. ഇവിടുത്തെ ഗവൺമെൻറ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വേണ്ടാന്ന് പറഞ്ഞു. ആദ്യം സമ്മതിച്ചാണ് ഉമ്മൻചാണ്ടി, രണ്ടാമത് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു, ഇപ്പം കസ്തൂരിരംഗൻ കമ്മിറ്റി വേണ്ടാന്ന് പറയുന്നു. അപ്പോൾ അതിന് ജനങ്ങളെ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണത്. ആദ്യം ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു. ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ പറഞ്ഞ ഒരൊറ്റ കാര്യങ്ങൾ അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ എതിർക്കുന്നുവെങ്കിലും അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മര്യാദക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പം ഈ പറയുന്ന ഞാൻ 5 പോയിന്റ് ചോദിച്ചിട്ടും വൃത്തിയായിട്ടൊരു മറുപടി പറയാൻ പറ്റില്ല. എങ്ങനെ സാറേ പറയട്ടെ, കർഷകരെ ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഇന്നത്തെ കേരളത്തിന്റെ ഈ രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ജനങ്ങൾക്ക് അദ്ദേഹം പറയുന്നത് ഞാൻ ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞു എന്നാണ്. പറഞ്ഞിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു. കർഷകർ ഇതെങ്ങനെ ബാധിക്കുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞത് കർഷകർക്ക് എന്താണ് ഇത് നികുതി വാങ്ങുന്നില്ല. ആ പ്രശ്നം ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അവർക്ക് സീക്രട്ടായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയൊന്നും, അല്ലെങ്കിൽ ഇത് വരേണ്ട കാര്യമില്ല. ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് അവരോട് നികുതി കൊടുക്കരുതെന്നോ മേടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആ പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടുത്തെ മാഫിയകളും പാർട്ടിക്കാർ, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അതുപോലെ തന്നെ നമ്മുടെ ചില ജാതിക്കാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കോൺസ്പിറസിയാണ് ഇത്. വാസ്തവത്തിൽ പറഞ്ഞാൽ ഈ 3 സംഘങ്ങളെ കൂടി ചേർന്നിട്ടുള്ള ഒരു കോൺസ്പിറസിയാണ്. ഇറ്റ് ഈസ് എ ക്രിമിനൽ കോൺസ്പിറസി. ഇത് എക്സ്പോസ് ചെയ്തേ പറ്റൂ. എന്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമെന്ന് പൊളിറ്റിക്കൽ പാർട്ടീസിന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള അധികാരമുണ്ടോ, റൈറ്റ് ഉണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചോദിക്കും. ആ ചോദ്യമായിരിക്കും ഈ ഇലക്ഷന് ഏറ്റവും വലുത്. PC ജോർജ് രാജിവെക്കുന്നു, LDF-ലേക്ക് വരുന്നു. PJ ജോസഫ് രാജിവെക്കുന്നു, LDF-ലേക്ക് വരുന്നു. ഇനി വരാൻ പോകുന്ന തിങ്കളാഴ്ചയ്ക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം, ജോസഫും PC ജോർജും LDF-ലേക്ക് വരികയും അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുന്നു. എന്തായിരിക്കാം രാഷ്ട്രീയ കേരളം വിധി എഴുതുന്നത്? ഏതു രീതിയിലായിരിക്കും? കേരളത്തിലെ ജനങ്ങൾക്കറിയില്ലേ ഇവരുടെ പൊറാട്ട് നാടകം? CPM-ൽ നിന്ന് UDF-ൽ നിന്ന് അടുത്തിപ്പുറത്തേക്ക് എന്തെങ്കിലും ആദർശപരമായിട്ട്, എന്തെങ്കിലും ആശയപരമായിട്ട്, ഏതെങ്കിലും ആദർശത്തെ വിശ്വസിച്ചുകൊണ്ടാണോ? നെയ്യാറ്റിങ്കലിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത്രയും നാള് ഗാന്ധിസം പറഞ്ഞു നടന്ന ആള് പെട്ടെന്ന് LDF-ലേക്ക് വന്നു. സ്വന്തം കാര്യങ്ങൾ നോക്കാനല്ലാതെ രാഷ്ട്രീയത്തിൽ സ്വന്തം കാര്യങ്ങൾ നോക്കുക, അതിനപ്പുറം കോർപ്പറേറ്റ്
കോർപ്പറേറ്റുകളെ സംരക്ഷിച്ചുകൊണ്ട് സ്വന്തം കാര്യം നോക്കുക, അതിനപ്പുറത്തേക്ക് ജനങ്ങളെ സേവിക്കുക, പൊതുജനങ്ങളെ സേവിക്കുക എന്ന് പറയുന്ന യാതൊരു മര്യാദയും നമ്മുടെ രാഷ്ട്രീയക്കാർക്കില്ല. രാഷ്ട്രീയ മുതലെടുപ്പ് ഒരു അവസരത്തിൽ LDF-ലേക്ക് വേറൊരു അവസരത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കിയിട്ട് UDF-ലേക്ക് ഇവരാണ് ജനങ്ങളെ കേരള കോൺഗ്രസിന്റെ വലിയ നേതാക്കൾക്ക് കേരളത്തിലെ എത്ര കോറികൾ, എത്ര റിസോർട്ടുകൾ കേരള കോൺഗ്രസും LDF-ലേക്ക് ഈ വിഷയത്തിൽ പോന്നാൽ അത് ന്യായീകരിക്കത്തക്കതാണോ? അവര് LDF-ലേക്ക് പോകുക എന്ന് പറയുന്നതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അത് അവരുടെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടാണ്. ഇവിടെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന അല്ലല്ല ഞാൻ പറയുന്ന ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കർഷകരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. കർഷകരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കാലാകാലങ്ങളിൽ സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന കർഷകർക്ക് ദോഷം വരുന്ന ഈ തീരദേശ സംരക്ഷണ നിയമം. ഈ സംരക്ഷണ നിയമം നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ 1.5 കിലോമീറ്ററിലേക്ക് നോക്കുമ്പോൾ അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ നമ്മൾ കാണുന്നത്. ഈ നിയമം എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ അഭിപ്രായം എന്താ? തീരദേശ വെൽഫെയർ പാർട്ടി തീരദേശ സംരക്ഷണ നിയമം എടുത്തു കളയണമെന്ന് പറഞ്ഞിട്ടില്ല. തീരദേശ സംരക്ഷണ നിയമം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കരിമണൽ ഖനനത്തിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നൊരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. CPM-ന്റെ നേതാക്കളെ ഇളമരം കരീം അടക്കം യൂണിയൻ നേതാക്കൾ വന്ന് ഒത്തുകക്ഷികളായിട്ട് UDF-ഉം LDF-ഉം തോളോട് തോൾ ചേർന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്തപ്പോഴത്തേക്ക് അതിനെ പ്രതിയോഗിച്ചൊരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ഇവിടെ കരിമണൽ ഖനനം മൊത്തം റിസോർട്ടുകളും മറ്റുമൊക്കെ കൊണ്ടുപോകുന്നു. എന്തിനാ? ജസീറ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കേരള ജനത മറന്നു കാണില്ലല്ലോ. മണൽ ഖനനത്തിനെതിരെ ശക്തമായി സമരം ചെയ്തതാ. ഏത് പാർട്ടികൾ ഉണ്ടായിരുന്നു? മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആ സമരത്തെ അനുകൂലിക്കാൻ വെൽഫെയർ പാർട്ടി ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കോട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രാജ്യത്ത് ഒരു നിയമം നിർമ്മിക്കുമ്പോൾ അത് ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രനായ ഒരു ജനത്തിന് എന്ത് ഗുണം കിട്ടുമെന്നുള്ളത് ചിന്തിക്കണം. ഈ നിയമം കൊണ്ട് ഈ രാജ്യത്തെ ആർക്കാണ് ഗുണം കിട്ടുന്നത് നിങ്ങൾ ചിന്തിക്കണം. ഈ രാജ്യത്തെ പാവപ്പെട്ടവന്, ഈ രാജ്യത്തെ കർഷക തൊഴിലാളിക്ക്, ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു നിയമം ഈ പറയുന്ന AC റൂമുകളിൽ നിന്നും ഉപഗ്രഹങ്ങളുടെ സർവേ നടത്തിയും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ അന്തിയുറങ്ങിയും രൂപീകരിച്ച ഈ നിയമം ഈ രാജ്യത്തിന് വേണ്ടിയാണോ? വിദേശ ആധിപത്യത്തിന്റെ ഇവിടെ വിദേശ സാമ്രാജ്യ ശക്തികളെ ഇന്ത്യയിലേക്ക് ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് ഗാർഗിൽ റിപ്പോർട്ടും അതിനുപരിയായി കസ്തൂരി രംഗൻ റിപ്പോർട്ടും. നൂറുകണക്കിന് ആയിരക്കണക്കിന് ഏക്കർ കണക്കിന് സ്ഥലം കാട് പിടിച്ചു കിടക്കുന്ന ഭൂമി ഉടമകളുണ്ട് മലയോര പ്രദേശത്ത്. അവർ അത് മറിച്ച് വിൽക്കരുതെന്നും അതിൽ അവർക്ക് ഇഷ്ടമുള്ള ബിൽഡിങ്ങുകൾ കെട്ടരുതെന്നാണ് ഗാർഗിൽ റിപ്പോർട്ടിന്. അല്ലാതെ തോമസ് ചോദിക്കുന്ന പോലെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഗാന്ധി വിരുദ്ധമാണ്. അത് മുഴുവൻ ഗാന്ധിസമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. സാമ്രാജ്യ ശക്തികൾക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഇപ്പൊ കർഷകരുടെ പേരാണല്ലോ എല്ലാവരും പറയുന്നത്. ഇദ്ദേഹം പറയുന്നുണ്ട്, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി എല്ലാവരും പറയുന്നുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കർഷക പ്രേമം ഈ നാട്ടിലെ വിത്തുകൾ മുഴുവനും ബഹിരാഷ്ട്ര കമ്പനികൾക്ക് കുത്തക കമ്പനികൾക്ക് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ ഈ കർഷക സ്നേഹം എവിടെയായിരുന്നു? വിത്തുകൾ വിറ്റപ്പോൾ രക്തം ചിന്തിയ പാർട്ടിയാണത്. നിങ്ങൾ ഇരിക്കും. ഇപ്പൊ പുതിയതായിട്ടൊരു ഞാൻ ചോദിച്ചത്, ഹലോ,
ഇപ്പോ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ബയോടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി ബില്ല് എന്ന് പറഞ്ഞൊരു ബില്ല് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. അത് പാസ്സായി കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകർക്ക് വിത്തിന്റെ മുകളിലുള്ള അധികാരം കംപ്ലീറ്റ് ആയിട്ട് പോകും. അത് മുഴുവൻ മൾട്ടിനാഷണൽ കമ്പനിയുടെ കയ്യിലായിട്ട് വരും. എന്തുകൊണ്ട് ഈ കർഷക സ്നേഹികൾ അതിന് പ്രതികരിച്ചില്ല? ഒന്ന്. രണ്ട്, ഈ നാട്ടിലെ വെള്ളം പ്രൈവറ്റൈസ് ചെയ്യാൻ ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തു. ഇതിനൊരു നയം കൊണ്ടുവന്നു സെൻട്രൽ ഗവൺമെൻറ്, ഒരു വാട്ടർ നയം, ദേശീയ വാട്ടർ നയം. അതിൽ വെള്ളം പ്രൈവറ്റൈസ് ചെയ്യാനാണ് തീരുമാനിച്ചത്. ഇവിടുത്തെ കർഷക സ്നേഹം ഇവിടെ പോയി? ആർക്കും കർഷക സ്നേഹം കണ്ടില്ലല്ലോ. അല്ലല്ല, അത് പോട്ടെ, ഞാൻ അതും പറയുന്നില്ല. കർഷകരുടെ ഞാൻ കർഷകരുടെ കാര്യം തന്നെ പറയണത്. ഇവിടുത്തെ കാർഷിക ഭൂമി, ഭാരതത്തിലെ കാർഷിക ഭൂമി മുഴുവനും FDIക്ക് 100% വിദേശ നിക്ഷേപത്തിന് ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തു. എവിടെയായിരുന്നു ഇവിടുത്തെ കർഷക സേമികൾ? ഈ ഗാർഗിൽ എന്ന് പറയുന്ന കസ്തൂരി രംഗൻ എന്ന് പറയുന്ന വിഷയത്തെ തട്ടി ഈ കേരളത്തിലെ ഈ മഹാ തെരഞ്ഞെടുപ്പ് വരെ തന്നെ അങ്ങനെ ഉലഞ്ഞാടുകയാണ്. എന്താണ് ആ വിഷയത്തിന്റെ ഗൗരവമെന്ന് ഇടതു വലത പാർട്ടികൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. നിസ്സാരമൊരു പരിസ്ഥിതിവാദിക്കാരൻ കപട പരിസ്ഥിതിവാദത്തിന് വേണ്ടി പറയുന്നില്ല. ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ്, ഈ രാജ്യത്തെ ഒരു വലിയ തെരഞ്ഞെടുപ്പ്, ആര് ഈ ഇന്ത്യ രാജ്യം ഭരിക്കണമെന്ന് ഈ സംസ്ഥാനത്ത് വിധി എഴുതേണ്ട തെരഞ്ഞെടുപ്പ് ഈ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ തട്ടി തകിടം മറിയുകയാണ്. ഒരു ചോദ്യം. നിലവിലുള്ള ഇടതു വലതു രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയും മലയോര കർഷക അല്ലെങ്കിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഒരു സ്ഥാനാർത്ഥിയും നിന്ന് ഇത്തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ടാൽ താങ്കളുടെ വോട്ട് ആർക്കായിരിക്കും? ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായിട്ട് പറയുന്നു, മലയോര ജനതയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനം 2 ദിവസം ഇവിടെ ഉണ്ടായില്ല എങ്കിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ഞങ്ങളുടെ സംവിധാനാവകാശം ചെലവഴിക്കാൻ വേണ്ടി ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കും. വോട്ട് ചെയ്യുന്നവർ, കേരളത്തിലെ ജനതകൾ ഇവിടുത്തെ പാർട്ടിക്കാരോട് ചോദിക്കേണ്ടത്, ഒന്ന്, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഏത് വിധത്തിലാണ് കർഷകരെ ബാധിക്കുന്നത്? കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ സംബന്ധിച്ചിട്ടുള്ള ഈ നവംബർ 16 തീയതിയിലത്തെ വിജ്ഞാപനം, 16 അതെങ്ങനെ കർഷകരെ ബാധിക്കും? അത് വ്യക്തമാക്കണം. ഞാൻ പറഞ്ഞല്ലോ, കർഷകരെ ബാധിക്കുന്നത് ഈ കാര്യങ്ങൾ ബാൻ ചെയ്യാൻ ഇത് പറഞ്ഞതുകൊണ്ടാണ് ഇവർ എതിർക്കുന്നത്. ഇത് എതിർത്താൽ ഇത് ബാൻ ചെയ്തില്ലെങ്കിൽ കർഷകരെ ബാധിക്കും. അപ്പോൾ ഇത് ബാൻ ചെയ്ത് ഓർഡർ കൊണ്ടുവരണമെന്ന് പറയുന്നത് കർഷക വിരുദ്ധമായിട്ടുള്ളൊരു നടപടിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും തീഷ്ണമായ തപ്തസ്ഥലികളിൽ ഒന്നാണ്, പരിസ്ഥിതി തപ്തസ്ഥലികളിൽ ഒന്നാണ് ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട്. ഇവിടെ ഒരു രാഷ്ട്രീയ വിഷയം ഉയർന്നു വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഹോട്ടസ്റ്റ് ഹോട്ട് വിഷയമായി അങ്ങനെ കസ്തൂരി രംഗനും മാറുകയാണ്. ഒന്ന് മാത്രമേ പറയാനുള്ളൂ, കബളിപ്പിക്കരുത് ആരും ആരെയും.